നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ബ്രിട്ടീഷ് എയർവേസിന്റെ വിമാനങ്ങളിൽ കുപ്പിയിലുള്ള കുടിവെള്ളം നൽകുന്നത് പരീക്ഷണാർത്ഥം നിർത്തിവെക്കുകയാണ്. ലണ്ടൻ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്നും മിയാമി, ബോസ്റ്റൺ, ലോസ് ഏഞ്ചൽസ് എന്നീ നഗരങ്ങളിലേക്കുള്ള ദീർഘദൂര വിമാനങ്ങളിൽ അതിന് പകരമായി കപ്പുകളിലായിരിക്കും വെള്ളം നൽകുക. തെരഞ്ഞെടുക്കപ്പെട്ട റൂട്ടുകളിൽ എക്കണോമിക്, പ്രീമിയം, എക്കണോമിക് ക്ലാസുകളിൽ വിമാന ജീവനക്കാർ പേപ്പർ കപ്പുകളിലായിരിക്കും വെള്ളം നൽകുക എന്ന് ബ്രിട്ടീഷ് എയർവേസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിനോടകം ആരംഭിച്ച പരീക്ഷണാർത്ഥമുള്ള ഈ പദ്ധതി 2 ആഴ്ച കാലത്തേക്കായിരിക്കും ഉണ്ടാവുക. ധ്രുവക്കരടികളെ സംരക്ഷിക്കുക എന്ന വ്യാജേന കുറച്ച് വെള്ളം മാത്രം നൽകി പണം ലാഭിക്കുന്നതിനുള്ള പദ്ധതിയാണിതെന്നും ചില യാത്രക്കാർ ആരോപിക്കുന്നുണ്ട്. ഏതായാലും ബ്രിട്ടീഷ് എയർവേസിലെ ക്ലബ് വേൾഡ് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാരെ ഇത് ബാധിക്കില്ല. അവർക്ക് ഇപ്പോഴും പ്ലാസ്റ്റിക് കുപ്പികളിൽ തന്നെയാണ് വെള്ളം നൽകുന്നത്. ഏതായാലും പുതിയൊരു നീക്കത്തിനാണ് ഇപ്പോൾ ബ്രിട്ടീഷ് എയർവേസ് തയ്യാറാകുന്നത്. ചില ആളുകൾ ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ ചിലത് നല്ല കാര്യത്തിനാണ് എന്നുള്ളതിന്റെ നീക്കമായിട്ടും ചിലർ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്തിൽ നിന്നും ലണ്ടനിലെ ഹീത്രൂവിലേക്കുള്ള ബ്രിട്ടീഷ് എയർവേസിന്റെ വിമാനത്തിലെ AC പ്രവർത്തനരഹിതമായതോടെ 2 മണിക്കൂറോളം യാത്രക്കാർക്ക് അതിനകത്ത് വിയർത്ത് കുളിച്ചിരിക്കേണ്ടി വന്നത് വാർത്തയായിരുന്നു. ദുബായിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് മുൻപായിരുന്നു സംഭവം. മെയ് 20 ശനിയാഴ്ച BA104 വിമാനത്തിലാണ് സംഭവമുണ്ടായത്. വിമാനത്തിലെ ആക്സിലറി പവർ യൂണിറ്റ് പ്രവർത്തനരഹിതമാവുകയും അതോടെ ക്യാബിനിലേക്ക് വായുപ്രവാഹത്തിന് കാരണമാകുന്ന സംവിധാനം, കൂളിംഗ് സിസ്റ്റവും നിലയ്ക്കുകയുമായിരുന്നുവെന്ന് പുഡിൽ യുവർ ഓണർ കനു എന്ന ട്രാവൽ ബ്ലോഗ് പറയുന്നു. സാധാരണയായി APUകൾ പണിമുടക്കിയാൽ ഗ്രൗണ്ട് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കാറുള്ളതാണ്. പിന്നീട് എഞ്ചിൻ സ്റ്റാർട്ട് ആകുമ്പോൾ കൂളിംഗ് സിസ്റ്റവും പ്രവർത്തനം ആരംഭിക്കും. അതുകൊണ്ട് വിമാനം ഗേറ്റിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ ആരംഭിച്ചു. എന്നാൽ കോക്പിറ്റ് വാർണിംഗ് ലൈറ്റ് സിഗ്നൽ നൽകിയതിനെ തുടർന്ന് റൺവേയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ വിമാനം നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ഗേറ്റിൽ മറ്റൊരു വിമാനം എത്തിയതിനാൽ ഈ വിമാനം കാർഗോ ഏരിയയിലേക്ക് മാറ്റുകയായിരുന്നു. ഇതോടെയാണ് യാത്രക്കാർ അതിനകത്ത് കുടുങ്ങിപ്പോയതും വാർത്തയായത്.